إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിച്ച് ഒരു മുഅ്മിനും ഒരു മുത്തഖിയും ഒരു മുഹ്സിനുമായി ജീവിച്ച് മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് അഹ്സാബിലെ വളരെ ചെറിയ വാക്കുകളാണ്, ആയത്തുകളാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അധികമായി ഓർക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. രാവിലെയും വൈകുന്നേരവും ഒക്കെ അവന് തസ്ബീഹ് ചെയ്യണം. ആയത്തിന്റെ അർത്ഥം പറയാതെ തന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ആശയം മനസ്സിൽ വരും. ഹജ്ജ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ആ കർമ്മങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ഏറെക്കുറെ അത് അവസാനിക്കാനായി. ഹാജിമാരത് കഴിഞ്ഞ ഉടനെ തന്നെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു വരാനും മനസ്സ് വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയമാണ്.
എന്തുകൊണ്ടാണ് അവർ തിരിച്ചു വരിക? സാധാരണ ഹജ്ജിനും ഉംറക്കും ഒക്കെ പോയ ആളുകള് അവർ തിരിച്ചു കൊണ്ടുവരാൻ എന്താന്ന് ചോദിച്ചാൽ സംസം വെള്ളം ഉണ്ടാവും കയ്യില്, കുറെ കാരൊക്കെ ഇങ്ങനെയുള്ള അത്തരത്തിലുള്ള സാധനങ്ങളാണ് കയ്യിലുണ്ടാവുക. പക്ഷെ പടച്ച റബ്ബ് അവരോട് പറഞ്ഞൊരു വാക്കെന്തറിയാമോ? ഫൈദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ് കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റ. ഈ ആരാധനാ കർമ്മം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. നമ്മളും നമ്മുടെയും പെരുന്നാൾ കഴിഞ്ഞു. പെരുന്നാൾ കഴിഞ്ഞെന്ന് മാത്രമല്ല, ബലിമാംസം അതുമായി ബന്ധപ്പെട്ട മാംസങ്ങൾ വരെ നമ്മൾ കഴിച്ചു. വരും കാലങ്ങളിൽ നമ്മുടെയും ശക്തി എന്താവണം? നമ്മുടെയും ശക്തി എന്താവണം? നമ്മളവിടെ ശരിക്കും ആലോചിച്ച് നോക്കേണ്ടത് അതാണ് ദിക്റുല്ലാഹ് എന്ന് പറയുന്നത്. കാരണം ഇബാദത്തുകൾ ഒരു വേള കഴിഞ്ഞാൽ ഉടനെ ഒരു ആലസ്യത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോവാറുണ്ട്. പെരുന്നാൾ കഴിഞ്ഞിട്ട് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ അന്നത്തെ ലൊഹർ നമസ്കാരം പള്ളിയിൽ നോക്കുന്നുണ്ട്. ഇന്നലെ പെരുന്നാൾ ഖുതുബക്ക് വന്ന ആളുകൾ നമ്മൾ വലിയ തിരക്കുകളൊക്കെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരാലസ്യം നമ്മൾ കാണാറുണ്ട്. ഒരു നോമ്പ് കഴിഞ്ഞാൽ ഒരു വിശ്രമവേള, ഹജ്ജ് കഴിഞ്ഞാൽ പിന്നീട് ഒരു വിശ്രമം. സത്യത്തിൽ ഇബാദത്തുകൾ എന്നത്, ഇബാദത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പിന്തുടർച്ചയായി ഒരുപാട് കർമ്മങ്ങൾ വരേണ്ടതുണ്ട്. ഇബാദത്തുകൾ എന്ന് അതൊരു കർമ്മശാസ്ത്രപരമായ അമലുകൾ മാത്രമല്ല, മറിച്ച് നമ്മെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയമാണ്. പടച്ച റബ്ബിലേക്ക് നമ്മളെ അടുത്തു നിർത്തേണ്ടുന്ന സമയമാണത്. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ ഉടനെ ആ അടുത്തു നിന്നതിന്റെ ഗുണം ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കണം. അതിനാണ് ദിക്റുല്ലാഹ് ഉണ്ടാകണം എന്ന് പറയാൻ കാരണം. ഞാൻ നമ്മൾക്കറിയാത്തൊരു കാര്യമല്ല പറയുന്നത്. ദിക്റുല്ലാഹ് പറയുന്നിടത്തൊക്കെ പടച്ച റബ്ബ് ഒരു പ്രത്യേക ശൈലി സ്വീകരിക്കുന്നുണ്ട്. നല്ലപോലെ ഓർക്കേണ്ടുന്ന വചനമാണിത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ആയത്തിന്റെ അർത്ഥം നല്ലപോലെ ശ്രദ്ധിക്കണം. യുദ്ധ സംബന്ധമായ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു തരിക. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅ, നിങ്ങൾ ഒരു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്നിട്ടോ വദ്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങൾക്ക് വിജയം വേണോ? അല്ലാഹുവിനെ കൂടുതലായി ഓർക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ അർത്ഥമാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു ആയത്തുണ്ടല്ലോ, ഫൈദാ ഖളൈതുമുസ്സലാ ഫന്തശിറൂ ഫിൽ അർദ്. നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ജുമായെ കുറിച്ച് പറയാണ്, നമസ്കാരം ഈ ജുമാ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ അങ്ങോട്ട് വ്യാപരിക്കുക. എന്നിട്ട് വബ്തഉ മിൻ ഫളിലില്ലാഹ്, അല്ലാഹുവിന്റെ ഫളിൽ കൊതിക്കുക. വദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, അവിടെയും അല്ലാഹു ഉപയോഗിച്ചത് നിങ്ങൾക്ക് മോക്ഷം പ്രതീക്ഷിക്കാം, വിജയം പ്രതീക്ഷിക്കാം. നിരവധി ഇതുപോലെ സമാനമായ ആയത്തുകൾ ഖുർആനിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സക്കാത്ത്, സ്വലാത്ത്, നോമ്പ്, ഹജ്ജ്, വ്യത്യസ്തങ്ങളായ അമലു സാലിഹാത്തുകൾ ചെയ്യാൻ അള്ളാഹു പ്രേരണ തരുന്നുണ്ട് നമുക്ക്. പക്ഷെ ആ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറഞ്ഞിടത്ത് വദ്കുറുല്ലാഹ കസീറ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നിങ്ങളെ അധികമായി നമസ്കരിക്കുക, നിങ്ങൾ അധികമായി നോമ്പെടുക്കുക, അധികമായി ഹജ്ജ് ചെയ്യുക, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹ് പറഞ്ഞ എന്തറിയാമോ? ദിക്റിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹ് പറയണത് വദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അപ്പൊ എന്തായിരിക്കും ആ ദിക്റിന്റെ അർത്ഥം? ശ്രദ്ധിച്ചു നോക്കിയുണ്ടോ? സൂറത്ത് അഹ്സാബില് 35-ാമത്തെ ആയത്തുണ്ട്. ആ ആയത്തിൽ സത്യവിശ്വാസികളുടെ 10 ഗുണങ്ങൾ പറയാണ്. ആ പറയുന്നിടത്ത് നോക്കിയേ, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് എന്നർത്ഥം പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ ഒരു പ്രത്യേകമായ ക്വാളിറ്റികൾ അല്ലാഹു എടുത്തു പറയാ. പിന്നെ പറയണത് വസ്സാദിഖീന വസ്സാദിഖാത്ത് വസ്സാബിരീന വസ്സാബിരാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത് വസ്സായിമീന വസ്സായിമാത്ത് വൽ ഹാഫിളൂന ലിഫുറൂജിഹിം വൽ ഹാഫിളാത്ത്. 9 പറഞ്ഞു. മുസ്ലിമീങ്ങള്, മുഅ്മിനുകള്, ഖാനിതാത്ത് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഖുനൂത്ത് നടത്തുന്നവർ, കീഴടങ്ങുന്നവര്, സത്യസന്ധന്മാര്, സ്വാബിരീങ്ങൾ, ക്ഷമാലുക്കള്, ഖാശിഈങ്ങൾ, അല്ലാഹുവിലേക്ക് ഹൃദയം സമർപ്പിച്ചവര്, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മം കൊടുക്കുന്ന ആളുകള്, വസ്സായിമീൻ, നോമ്പടിക്കുന്ന ആളുകള്, അവരുടെ ഗുഹ്യാവയവങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ. 9 പറഞ്ഞു. ഇനി പറയണെന്തറിയാം, അള്ളാഹനെ ഓർക്കുന്നവര് കസീറൻ. അവിടെ അത് പറഞ്ഞപ്പോ മാത്രാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാരണം? എല്ലാ ഇബാദത്തുകൾക്കും സമയമുണ്ട്, ഒരു മുഅയ്യനായ വഖത്തുണ്ട്. നമസ്കരിക്കാൻ സമയമുണ്ട്, ഹജ്ജിന് സമയം, എല്ലാ ഇബാദത്തുകളും നോക്കിയേ, അതിനൊക്കെ ഒരു സമയങ്ങളുണ്ട്. ഇന്ന സമയത്ത് ഇത്ര നേരമാണ് അത് ചെയ്യേണ്ടത്. പക്ഷേ ദിക്ർ പറഞ്ഞിടത്ത് ഒരു സമയമോ ഒരു വേളകളോ ഒന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കസീറ. അപ്പൊ എന്തായിരിക്കും ആ ദിക്ർ? അല്ലാഹുവിനെ ഓർത്തെടുക്കാൻ, ജീവിതം കൊണ്ട് ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം. എത്ര വരെന്നറിയോ? അതിന്റെ സൽഗുണം പറഞ്ഞു തന്നത് എങ്ങനെയാ? നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. പടച്ചവനെ, അള്ളാഹുവിനെ ഓർത്താൽ നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലുള്ള പുണ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിപ്പോരുക. ഓർത്താൽ വിചാരിക്കാത്ത അത്ര പുണ്യം നമുക്ക് കിട്ടും. ഒരു ഖുദ്സിയായ ഹദീസിൽ നമ്മൾ കേട്ട ഒരു വചനം ഞാൻ പറഞ്ഞു തരാം. യഖൂലുല്ലാഹു തആല, എന്താണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിയാണ് പറഞ്ഞു തരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിന്റെ കലാമാണ്, അത് ഖുർആനിന്റെ സ്ഥാനത്തേക്ക് എത്തൂല എന്ന് മാത്രം. എന്നിട്ട് പറയാ, യഖൂലുല്ലാഹു തആല, അല്ലാഹ് പറയുന്നുണ്ട്, അനാ ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് ആ വിചാരം പോലെയാണ് ഞാൻ. കേട്ടോ, അവൻ എന്നെ ഓർത്താൽ അവന്റെ കൂടെ ഞാൻ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാക്കിന്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിനെ നമ്മൾ ഓർത്ത വൈദമാഹു, അവന്റെ കൂടെ നമ്മൾ ഉണ്ടെങ്കിൽ അവൻ നമ്മെ ഓർക്കും. അവന്റെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ അള്ളാഹു നമ്മെ ഓർക്കും. ശരിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ചില ഭരണങ്ങളൊക്കെ മാറി വരണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആളാണ് ആ സീറ്റിലുള്ളത്, നമ്മുടെ ആളാണ് അവിടെയുള്ളത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മളോട് എന്ന് പറയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിങ്ങൾ അത് ചെയ്തോളൂ, കൂടെ ഞാനുണ്ട്, നമ്മളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. എന്നാൽ അതൊക്കെ, ആ വാക്കുകൾക്കൊക്കെ മാറ്റം വരാം. അയാൾ പറഞ്ഞത് ഒരു പക്ഷെ അയാൾക്ക് പൂർത്തീകരിക്കാൻ അവസരങ്ങൾ ഇല്ലാതെ വന്നേക്കാം. അല്ലാഹ് പറയുന്നത് എന്താണ്? അവൻ എന്റെ കൂടെയാണെങ്കിൽ ഞാനും അവനെ ഓർക്കും. അവന്റെ മനസ്സിൽ എന്നെ ഓർക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഞാനും അവനെ ഓർക്കും. ആരോർക്കും? റബ്ബുൽ ആലമീനായ പടച്ചവൻ നമ്മെ ഓർക്കും. നിർത്തിയില്ല കേട്ടോ. വൈൻ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഫീ മലയിൻ, അവൻ കുടികൊള്ളുന്ന, അവൻ നിലകൊള്ളുന്ന ഏതെങ്കിലും സദസ്സിൽ വെച്ച് അവൻ എന്നെ ഓർത്താൽ ദക്കർതുഹു ഫീ മലയിൻ ഖൈറുൻ മിൻഹും, അവരെക്കാളും ഉത്തമമായ ഒരു സദസ്സിൽ വെച്ച്, ഒരു കൂട്ടത്തിൽ വെച്ച് ഞാൻ അവരെ ഓർക്കും. വൈൻ തഖറബ ഇലയ്യ ബിശ്ബ്റ, ഒരു ചാൻ അവൻ എന്റെ അടുക്കലേക്ക് അടുത്താൽ ഇലൈഹി ദിറാഅ, ഒരു മുഴ ഞാൻ അവനിലേക്ക് അടുക്കും.
അവൻ എന്നിലേക്ക് ഒരു മുഴമടുത്താൽ ഒരു മാറ്, അതിനാണ് നമ്മൾ ഇങ്ങനെ പറയാ ഒരു മീറ്റർ അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ ഇത്ര അടുത്താൽ ഇത്ര അടുക്കും. അവൻ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഹർവല ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇതിനൊന്നത് ഓർമ്മിപ്പിച്ചെന്നറിയോ? വിഷയം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. പെരുന്നാൾ കഴിഞ്ഞൊരു ആലസ്യമുണ്ട്. തക്ബീറുകൾ ഒരുപാട് ചൊല്ലുമ്പോ പിന്നെ തക്ബീറും അല്ല, നമുക്ക് അങ്ങനെ ഒരു ഉഷാറ് വരവില്ല. സത്യത്തിൽ നിസ്കരിക്കുമ്പോ മാത്രമല്ലല്ലോ അള്ളാഹു നമുക്ക് ഓർമ്മ വേണ്ടത്. ദൈനംദിന ജീവിതത്തിലൂടെ അള്ളാഹുവിനെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒക്കോ, അതിന്റെ ശക്തി എത്രയാണെന്നറിയാമോ? ഒരു കർമ്മം ചെയ്യുമ്പോ അള്ളാഹിനെ ഓർക്കുമ്പോ, അവന്റെ ദിക്റെടുക്കുമ്പോ അല്ലെ, അതിനെത്താവുന്ന ഒരു ശക്തിയുണ്ട്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റേ ഞാൻ പറഞ്ഞ ഹദീസിന് ബയാൻ നിങ്ങൾ മനസ്സിൽ നിന്നിട്ട് ആലോചിക്കണം കേട്ടോ, എല്ലാം പറയല്ല. ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. പറഞ്ഞു, ഫാത്തിമ ബീവി വന്ന് ചോദിക്കാനുള്ള ഒരു വേള കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ റസൂലിന്റെ 6 മക്കളിൽ 5 പേരും ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ മക്കൾക്ക് ജന്മം നൽകി അവരുടെ ഉമ്മ വിട പറഞ്ഞു. ഇനി ആകുള്ളത് ഫാത്തിമ ബീവി മാത്രം. ഫാത്തിമ ബീവിയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത് ഹബീബായ റസൂൽ അങ്ങനെ മുറിച്ചു വെച്ചതുപോലെയാണ്. റസൂലുള്ളാഹിക്ക് അത്രയും ഇഷ്ടം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ഉപ്പ എന്നെ എവിടെ വെച്ച് കണ്ടാലും, ഏത് കൂട്ടത്തിൽ കണ്ടാലും ഒന്നൊന്ന് ചേർത്തി പിടിച്ച് എന്നെ നെറ്റിയിലൊരു ഉമ്മ തരാതെ പിന്നെ വേറൊരു വർത്താനം ഉണ്ടാവും. പിന്നെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടുള്ളൂ. അത്രയും ഉപ്പാക്ക് പറഞ്ഞ, ഞാൻ ഉപ്പന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞപ്പ കയ്യിലാകെ തഴമ്പ, എനിക്ക് പണിയെടുക്കാൻ വയ്യ, എനിക്കൊരു ഖാദിമിനെ തരണം. നിങ്ങൾ കേട്ട സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ മോളോട് അപ്പൊ തിരിച്ചു പറഞ്ഞ വാക്കെന്തറിയാമോ? മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊക്കെ വല്ല ചിന്ത വരുമ്പോ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അങ്ങനെയൊക്കെ ഒരു ദിക്ർ അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ ലാ ഇലാഹ, അങ്ങനെയൊക്കെ ഉപ്പാന്റെ കുട്ടി അങ്ങനെ ചൊല്ലി. ഈ വചനത്തിൽ പറയാനല്ല ഞാനത് പറഞ്ഞതെന്ന് അറിയാമോ? ഈ സംഭവത്തെ മുഹദ്ദിസീങ്ങൾ, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പണ്ഡിതന്മാര് ഈ സംഭവം പറഞ്ഞ് അതിൽ നിന്ന് അവർ ഇസ്തിൻബാത്ത് ചെയ്തിട്ടുള്ള, അവർ കണ്ടെത്തിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ചില നിഗമനങ്ങളുണ്ട്. ആ നിഗമനങ്ങൾ ഒന്നെന്താണെന്നറിയാമോ? ഏത് ഭാരിച്ച ജോലിയും ഏത് അസ്വസ്ഥകരമായ അവസ്ഥകളും അത് ലളിതമാവും നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ വർദ്ധിച്ചാൽ. ഏത് പ്രശ്നങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. അതിനാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതൂ വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. യുദ്ധം എന്നതാണ് ഈ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളൊന്ന്. ആ സന്ദർഭങ്ങളിൽ പോലും ആ സൈന്യത്തെ മുഖാമുഖം നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക, ധാരാളമായി ഓർക്കുക. ഓർത്താൽ ഈ സന്ദർഭങ്ങളിൽ വരെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് അല്ലാഹു നമുക്ക് തരും. അങ്ങനെ വരുമ്പോ അല്ലാഹുവിന്റെ മഅയ്യത്ത് കിട്ടും. അപ്പോ മഹാഭാഗ്യം എന്നതാണ് അല്ലാഹുവിന്റെ മഅയ്യത്ത് കിട്ടലാണ്. പിന്നെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ മനുഷ്യന്റെ ജീവിതത്തില് ഈ ദിക്റുള്ള അന്യം നിന്ന് പോയാൽ നമ്മിൽ നിന്ന് ഇസ്ലാം അകന്നു പോകും. ഇനി വേറൊരു വാക്കുണ്ട്, സൂറത്ത് നിസായിലെ 103-ാമത്തെ ഒരു വചനമുണ്ട്. യുദ്ധം പറയുന്ന വേളയാണ്. ആ ഭാഗത്ത് പറയാണ്, മനുഷ്യന്റെ 3 അവസ്ഥകളാണേത്. ഒന്ന് ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ കിടക്കുക. അല്ലേ? ഒന്നുകിൽ കിടക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഒന്ന്. ഇതല്ലാത്ത 3 ഒരു അവസ്ഥ നമുക്കുണ്ടോ? ഇല്ലല്ലോ. ഈ 3 അവസ്ഥയിൽ നിങ്ങളാണെങ്കിലും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. അങ്ങനെ ഓർത്താൽ എല്ലാ ഇടപെടലുകളിലും അല്ലാഹു കൂടെ ഉണ്ടാവും. ഞാൻ ഇത് ഇത്രത്തോളം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ സഹോദരങ്ങളെ? ജീവിതത്തിലെ നമ്മുടെ ഏറ്റവും വലിയൊരു
ഭാഗ്യമെന്ന് പറയുന്നത് ഓരോ അവസരങ്ങളിലും അള്ളാഹുവിനെ ഓർത്തെടുക്കാൻ കഴിയാന്ന് പറയുന്നതാണ്. അങ്ങനെ ഓർത്തെടുക്കാൻ നമുക്ക് അതിന് മാത്രം പടച്ചോൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെയും തോന്നും നമുക്ക്. അങ്ങനെ പറയുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് പരാതികൾ വരിക. ഏത് നിലക്കുള്ള പരാതികൾ എന്നറിയാമോ? പടച്ചോന് എന്താണ് എനിക്ക് അത്രമാത്രം തന്നിട്ടുള്ളത്, എന്നും എനിക്ക് കഷ്ടപ്പാടല്ലേ, അങ്ങനെയൊക്കെ തോന്നിയേക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹ് നമ്മളോട് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അറിയാത്തതല്ല, ഒരു പുതിയ വർത്തമാനമല്ല, പക്ഷെ മനസ്സിൽ ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയില്ല കേട്ടോ. പക്ഷെ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, മനുഷ്യൻ അത്യധികം നന്ദി കെട്ടവനാണ്, അവൻ അക്രമിയാണ്. അള്ളാഹു പറയാണ്. അനുഗ്രഹങ്ങൾ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. ഒറ്റ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ അനുഗ്രഹം, അല്ലേ? അത് എങ്ങനെ ഇങ്ങനെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? വളരെ അപൂർവം ആളുകളെ ഒഴിവാക്കി നിർത്തിയാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നല്ല ആരോഗ്യത്തോടെ തന്നെയല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഇരിക്കുന്നിടത്തുനിന്ന് ചിലപ്പോ എഴുന്നേൽക്കാൻ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. പക്ഷെ അതൊക്കെ നമ്മളൊന്ന് മാറ്റി വെച്ച് നോക്കിയാല് പറയത്തൊക്കെ കേട് കയ്യിനോ കാലിനോ കണ്ണിനോ എന്താ ഉള്ളത്? അൽഹംദുലില്ലാ. പിന്നെ അത്യാവശ്യം എല്ലാവരും സുഖകരമായി ഇരിക്കുന്നതിന്റെ കൂടെ തന്നെ വേറെ ഒന്നുകൂടെ അത്യാവശ്യം സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ നമുക്കില്ലേ? നമുക്ക് ഹബീബായ റസൂലിനോട് പ്രിയ നമ്മ ചോദിച്ചൊരു ചോദ്യം ആയിഷ റളിയല്ലാഹു അൻഹ, കാലിൽ നീര് കെട്ടുമാറി നിസ്കരിച്ചു. ഈ ഫത്തറ എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്തറിയോ? തഫത്തറ എന്ന് പറഞ്ഞ പൊട്ടിക്കീറാന, നീര് വെച്ച കാല് മുറിഞ്ഞു, അതിലൂടെ നീര് വന്നു. കാലൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയാൽ അതിലൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടല്ല, അങ്ങനെ നിന്നിട്ട് നീര് വന്നു ഹബീബായ റസൂലിന്റെ കാല്. ഇത് കണ്ട പ്രിയതമ്മ ചോദിക്കുകയാണ്, വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ല റസൂലേ എന്ന് ചോദിച്ചപ്പോ, സ്വർഗത്തിൽ നിങ്ങളല്ലേ ആദ്യം ചെല്ലാന്ന് പറഞ്ഞു. എല്ലാം പറഞ്ഞു അതെ അതെ എന്ന് പറഞ്ഞു. പിന്നെ ദിനങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാകുന്നു. ഈ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പിന്നെന്താ ഹബീബായ റസൂൽ മറുപടി കൊടുത്തും അറിയാമോ? ആയിഷ, ഈ ചോദ്യം എന്നോട് ചോദിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാവൂലേ? അത്ര സ്നേഹനിധിയായ നിന്നെ എനിക്ക് ഇണയാക്കി തന്ന പടച്ചോനോട് ഞാൻ എങ്ങനെ നന്ദി കാണിക്കാതിരിക്കും? റബ്ബ് എനിക്ക് തന്ന നന്മകൾ ഓർക്കുമ്പോ എങ്ങനെ നന്ദി കാണിക്കാതിരിക്കും? ചിന്തിക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കാണോ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണോ കൂടുതൽ ഐശ്വര്യം ഈ ദുനിയാവിൽ കിട്ടിയിട്ടുള്ളത്, അതോ നമുക്കാണോ? എന്തായാലും നമ്മക്കാണോ? നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു സുഖം സഹോദരങ്ങളെ സത്യത്തിൽ അവർ അനുഭവിച്ചിട്ടുണ്ടാവോ? സഹാബത്ത് കൊതിച്ച സ്വർഗീയ ആനന്ദത്തിലല്ലേ നമ്മളെല്ലാവരും ഇന്നുണ്ടാവുക? സഹാബത്ത് അന്ന് സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ആ സ്വപ്ന ലോകത്തായൂലേ നമ്മൾ ഇന്നുണ്ടാവും? ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ഞാൻ പറഞ്ഞത്. നിങ്ങള് ഈ പുതിയ തലമുറയിലേക്കൊന്നും പോകണ്ട. നമ്മൾ പഴയ തലമുറ, നമ്മുടെയൊക്കെ ഏജുള്ള ഒരു 2000-ന് മുമ്പ് ജനിച്ച ആളുകളിലേക്ക് മാത്രം എടുത്തു നോക്കിയാൽ മതി. 15 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ് നമ്മുടെ വീടുകളുടെ അവസ്ഥ എന്താ? നമ്മുടെ വാഹനങ്ങളുടെ അവസ്ഥ എന്താ? നമ്മുടെയൊക്കെ കയ്യിലുള്ള ഫോണിന്റെ അവസ്ഥ എന്താ? പുതിയ തലമുറ നമ്മൾ ഒഴിവാക്കാൻ എന്താ വെച്ചാൽ അവര് ജനിച്ചു വീഴുന്ന തന്നെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന എല്ലാ സുഖങ്ങളോട് കൂടിയാ. നമുക്ക് സുഖങ്ങൾ അറിയാത്തൊരു കാലമുണ്ട്, ഈ നിഅമത്തുകൾ ഇല്ലാത്തൊരു കാലമുണ്ട്, നിഅമത്തുകൾ ഉള്ള കാലമുണ്ട്, അല്ലേ? നമ്മൾക്ക് ഇതെല്ലാം കിട്ടിയിട്ടില്ലേ? ആലോചിച്ച് ഇന്നത്തെ കല്യാണത്തിന്റെ മെനു എന്തായിരുന്നു? അന്ന് നമ്മുടെ കല്യാണത്തിന്റെ മെനു എന്തായിരുന്നു? ഇന്ന് 4-5 എന്താ തിന്നാന്നാണ് ഇന്ന് ചോദിക്കുക. എന്താ വെച്ചാൽ ഏതാ അതിൽ തിന്നണ്ടെന്നാണ്. അന്ന് പണ്ട് എന്താ തിന്നാ വെച്ചാൽ ഒന്നും തിന്നല്ല. അതുകൊണ്ടാണ് ആരെങ്കിലും എന്താ തിന്നാന്ന് ചോദിക്കുന്നത്. ആ 2 ചോദ്യത്തിന്റെയും ഇന്നും അന്നത്തെ ആശയം എടുത്തു നോക്കിയോ നമ്മള്?
അല്ലെ? നമ്മുടെ കയ്യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണുകൾ, നമ്മുടെ ജീവിത സൗകര്യങ്ങള്, എന്തെല്ലാം വന്നു. ഒരു 90കളുടെ കാലങ്ങൾ എടുത്തു നോക്ക്. അന്നത്തെ നമ്മുടെ ഈമാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായപ്പോ ഇന്നത്തെ നമ്മുടെ ഈമാനും തവണ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാലോ? അന്നത്തെ അതേ ഈമാന് തന്നെയാണ് നമ്മളിന്ന്, അതേ സൗകര്യങ്ങളിലാണോ നമ്മളിന്ന്? ഞാൻ ആക്ഷേപങ്ങൾക്കൊന്നുമല്ല, ഞാൻ ദിക്റുള്ള പറഞ്ഞപ്പോ ഒന്നുകൂടി നമ്മളൊന്ന് പുറകിലേക്ക് പോകൂ എന്ന നിലക്കാണ്. അള്ളാഹ് നമ്മളോട് പറഞ്ഞെന്തറിയാമോ? പ്രത്യക്ഷവും പരോക്ഷവുമായ, കാണാവുന്നതും കാണാൻ കഴിയാത്തതുമായിട്ടുള്ള എത്രയെത്ര നന്മകളാണ് അള്ളാഹു ആ നന്മകളെ കൊണ്ട് നിങ്ങളെ പൊതിഞ്ഞിട്ടുള്ളത് എന്നാണ്. നമുക്കറിയില്ലേ, നമ്മുടെ ശരീരത്തില് 37 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്ന, 37 ലക്ഷം കോടി കോശങ്ങള്. ശരിക്കും ആലോചിച്ച് നോക്കിയാലേ നമ്മുടെ ഹൃദയം എത്ര ലിറ്റർ രക്തം ഒരു ദിവസത്തിൽ പമ്പ് ചെയ്യുന്നുണ്ടാവും. ഈ കോശങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങളിലേക്കൊക്കെ സഹോദരങ്ങളെ അത് വർക്ക് ചെയ്യാനുള്ള ബ്ലഡ് അവിടേക്ക് എത്തുമ്പോ മാത്രല്ലേ അത് ആഫിയത്ത് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കൈ കൊണ്ട് കുടിക്കാൻ കഴിയോ? അതിന് ആഫിയത്ത് എന്ന് പറയാൻ പറ്റുമോ? ഇതിൽ ഏത് ആഫിയത്താണ് നമുക്ക് കുറവുള്ളത്? തലച്ചോറിലെ കോശങ്ങൾ ചത്താൽ നമ്മുടെ മെമ്മറി പോയില്ലേ? നമ്മുടെ കണ്ണിന്റെ, നമ്മുടെ കാലിന്റെ, കയ്യിന്റെ, ഹൃദയകോശങ്ങൾ കൊണ്ട് നമ്മൾ മരിച്ചില്ലേ? ഒക്കെ ഒരു സെക്കൻഡില് എത്ര ലക്ഷം കോടി കോശങ്ങളുടെ വർക്കുകൾ നടക്കണം. നമ്മുടെ എന്താ വർക്ക്? നമുക്ക് ആകതിനെ കുറിച്ചൊക്കെ ഓർമ്മ വരും എപ്പോഴാണ്? ഉറപ്പാണ് അതിനെന്തെങ്കിലുമൊക്കെ ഒരു വല്ല ഡാമേജ് വന്നാൽ ഒക്കെ അല്ലെ? എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്കിൽ നമ്മളെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടില്ലേ സഹോദരങ്ങളെ? നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ലേ? ഹിദായത്ത് തന്നില്ലേ? തൗഹീദ് തന്നില്ലേ? അത് കേൾക്കാൻ സൗകര്യം തന്നില്ലേ? പഠിക്കാൻ സൗകര്യം തന്നില്ലേ? നല്ല ജീവിതം നയിക്കാൻ സൗകര്യം തന്നില്ലേ? ഇതിലേതാ നമുക്ക് കിട്ടാത്തത്? എല്ലാം തന്നിട്ടുണ്ട്. എന്താ നമ്മൾ ചെയ്തത്? അങ്ങനെ നമ്മളൊന്നും കൂടി ആലോചിക്കുമ്പോഴാണ് അള്ളാന്റെ വാക്കുകൾ കേട്ട് സ്വസ്ഥമായിരിക്കാൻ നമുക്കൊരു സെക്കൻഡ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ് ശുക്റുള്ള അടിമകളാകാൻ അള്ളാഹു കൽപ്പിച്ചു. നിരന്തരം അമ്പിയാക്കന്മാർ അതിന് ശ്രമിച്ചു. നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശുക്റുകൾ 3 രംഗത്തും വരണം. നമ്മുടെ ഓർമ്മകൾ 3 രംഗത്തും വരണം. കൽബ് കൊണ്ടുവരണം, നാവ് കൊണ്ടുവരണം, നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടുവരണം. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ലോകത്തെ ഏറ്റവും മഹാഭാഗ്യവാൻ എന്ന് പറയുന്ന വ്യക്തി ആരെന്നറിയാമോ? അയാളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞറിയാമോ? 4 സംഗതികൾ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാള് ഈ ലോകത്തും പരലോകത്തും ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. എന്നിട്ട് പറഞ്ഞു, ലിസാനൻ ദാക്കിറൻ, അള്ളാഹിനെ കുറിച്ച് എപ്പോഴും ഒരു ഓർമ്മയുള്ള ഒരു നാവ്, വഖൽബൻ ശാകിറൻ, ശുക്ർ ചെയ്യുന്ന ഒരു ഖൽബ്, വജിസ്മൻ അലൽ ബലായി സാബിറൻ. എങ്ങനെ? എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോ അള്ളാഹുവിന് ക്ഷമിക്കാൻ ശക്തി നൽകുന്ന ഒരു ശരീരം. അടുത്തത് പറഞ്ഞത് നാളെ പരലോകത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് സഹായം നൽകുന്ന ഒരു സ്വാലിഹത്തായ ഇണ. ഈ 4 എണ്ണവും ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ദുനിയാവിലെ മഹാഭാഗ്യവാനാണ്, ആഖിറത്തിലെയും ഭാഗ്യവാനാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറഞ്ഞാൽ അത് ദിക്റും ശുക്റും ത്വാഅത്തുമാണ്. ദിക്റാണ്, ശുക്റാണ്, അല്ലാഹുവിനുള്ള കീഴ്പ്പെടലാണ്. ആ കീഴ്പ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനാണ് ഇത്തരം പെരുന്നാളുകളും ഈ സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അയ്യാമത്തെ ശരീക്കിന്റെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ആകെ നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാർക്ക് ചെയ്യുന്ന പണികൾ എന്ത് മാത്രമേ ഉള്ളൂ? ജംറയിൽ കല്ലെറിയ, ബാക്കിയുള്ള സമയം മുഴുവനും അള്ളാഹുവിന് ആ തൽബിയത്ത് തക്ബീർ ചൊല്ലി അവിടെ ഇരിക്കുക. അത് മാത്രമേ ഉള്ളൂ. ആ തക്ബീറാണ് നമ്മളും ചൊല്ലുന്നത്.
അള്ളാഹനെ മറക്കുന്ന നിമിഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഓർത്തെടുക്കുന്ന സമയങ്ങൾ ഉണ്ടാവണം. ഏതിലൂടെ? ജീവിതത്തിലൂടെ ഓർത്തെടുക്കണം. അതുകൊണ്ടാണ് ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താണ്. ഈ ദിക്റുള്ള എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ലഫ്ലിയാണ്, മറ്റൊന്ന് മഅനവിയാണ്. മഅനവി എന്ന് പറഞ്ഞാൽ ജീവിതത്തിലൂടെ ഓർത്തെടുക്കാൻ നമുക്ക് കഴിയണം. നന്നായി ശ്രമിക്കണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഹൃദയം കടുത്തു പോകാതിരിക്കാൻ നമുക്ക് ആവശ്യം വേണ്ടതാണ് നമ്മുടെ റബ്ബിനെ നമ്മൾ എപ്പോഴും ഓർക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് നമ്മുടെ ഖൽബുകൾ കടുത്തു പോകുന്നതിനെയുമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയം കടുത്തു പോകുന്നതിനുള്ള കുറെ മാർഗം, കടുത്തു പോയാൽ അതിനെ ലോലമാക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കണം. ഇത് വരുമ്പോഴാണ് നമുക്ക് ദിക്റുള്ള കൂടെ അതിലേക്ക് ചേർക്കാൻ കഴിയുക. ഒന്ന്, നമ്മുടെ കൂടെ എപ്പോഴും പടച്ചവനുണ്ട് എന്നുള്ള ഒറ്റ ഓർമ്മ ഉണ്ടാവുക, ഒരു മുറാഖബത്ത് ഉണ്ടാവുക. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് അതന്നെയാണ് ഏറ്റവും വലിയ ബോധം. അങ്ങനെ വരുമ്പോ എന്നറിയോ, ഏത് സന്ദർഭങ്ങളിലും നമ്മിൽ നിന്ന് ആ ശുക്രിന്റെ വാക്കുകൾ ഒഴിവാക്കുക. ഒന്നതാണ്. രണ്ടാമത്തത്, ഖുർആനുമായുള്ള ബന്ധം നമ്മൾ ശക്തിപ്പെടുത്തിയാൽ ഹൃദയം തുരുമ്പ് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനമാണത്. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ നമ്മൾ വിചാരിച്ചാൽ ഒരു 100 ആയത്തുകളെങ്കിലും ഒരു ദിവസം നമുക്ക് ചൊല്ലേണ്ടി വരും. അങ്ങനെ അതിൽ 100-ൽ കുറയാത്ത ആയത്തുകളെങ്കിലും ഒരു ദിവസം ഓതണം. യാസല്ല 100 എന്ന് പറയുമ്പോ നമ്മൾ കേൾക്കേണ്ടതിൽ നമുക്ക് യാസീൻ കാണാതെ അറിയുന്ന ആൾക്കാരില്ലേ? സൂറത്തുൽ വാഖിയ അറിയില്ലേ? സൂറത്ത് മുൽക്കറിയിൽ അങ്ങനെ ചെറിയ സൂറത്തുകൾക്ക് ഈ കാരണവന്മാരായ വയസ്സന്മാരായ ആളുകളോട് ചോദിച്ചാൽ അവർക്കത് മുഴുവൻ കാണാതെ അറിയാം. നമ്മളൊരു 4 വട്ടം ഓതി നമുക്ക് കിട്ടൂലേ? വെച്ചാൽ അത് മാത്രമാണ് ഓതേണ്ടതെന്നല്ല, അതെങ്കിലും ഓതുന്ന ഒരു ദിവസം നമുക്കുണ്ടാവണം എന്നാണ് പറഞ്ഞതിനർത്ഥം. അടുത്തത്, നമ്മളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. അള്ളാഹ് ചെയ്തു തന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കാൻ ഒരൊറ്റ സംഗതി വേണ്ടുള്ളൂ. ആ മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലൂടെ ഒന്ന് നടന്നാൽ മതി. ഏതെങ്കിലുമൊക്കെ ക്യാൻസർ ഹോസ്പിറ്റലുകളുടെ വരാന്തയിലൂടെ ഒരു സെക്കൻഡ് അവിടെ നിന്ന് ആ രോഗികളെ നോക്കിക്കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, വല്ലാതെ അസ്വസ്ഥപ്പെടുന്നതാണ്. അപ്പോഴാണ് നമുക്ക് പടച്ചോൻ തന്ന നിഅമത്തുകൾ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയുക. താഴോട്ട് നോക്കണം, മീതോട്ട് നോക്കല്ലേ എന്നാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അടുത്തത്, മരിച്ചു പോണം എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാവുക. അത് വന്നാൽ തന്നെ ആ ചിന്ത ഉണ്ടെങ്കിൽ അഹങ്കാരം കുറച്ച് കുറയും. അഹങ്കാരം പറയണം, ഞാൻ എന്ന ബലം പോകണമെന്നുണ്ടെങ്കിൽ മരിക്കണോ എന്നുള്ള ഓർമ്മ തന്നെ വേണം. മറ്റതൊന്ന്, ഒരു വാക്കുകൂടി പറയാണ്, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് ചൊല്ലുന്നതിന്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചൊന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാതെ അറിയുമത്, എന്നാലും അതൊന്ന് ഓർത്തെടുക്കുക. അല്ലാഹുമ്മ ജഅൽനി ശകൂറ, അല്ലാഹുമ്മ ജഅൽനി സബൂറ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഈറ വഫീ അയ്യുനി നാസ് കബീറ. പടച്ചോനെ, നന്ദിയുള്ളവനാക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ എപ്പോഴും ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ശുക്റുള്ള നന്ദിയുള്ള ആളാക്കണം, ക്ഷമാലുക്കളിൽപ്പെടുത്തണം. എന്റെ കണ്ണിൽ എന്നെ ചെറിയവനാക്കണമേ, മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ വലിയവനാക്കണമേ. നമ്മളത് ശരിക്കും നമ്മൾ ചൊല്ലണം. അങ്ങനെ ഒന്ന് ചൊല്ലി നോക്കിയേ, ജീവിതത്തിൽ എന്തെന്നില്ലാത്ത അനുഭൂതി നമുക്ക് കിട്ടും.
ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് പറയുന്നതാണ് ദിക്റുള്ള എന്ന് പറയുന്നത്. നിസ്കരിക്കുമ്പോ മാത്രല്ല അള്ളാഹുവിന്റെ ഓർമ്മ വേണ്ടത്, നിസ്കരിക്കുമ്പോ അള്ളാഹിനെ ഓർക്കണം. അത് തന്നെയാണല്ലോ നമ്മൾ വന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇടത് കാല് വെച്ചാണ് നമ്മൾ പുറത്തു പോകുന്നത്. സാധാരണ ഇടത് കാല് വെച്ച് എവിടെയൊക്കെ നമ്മൾ പോവുക? പള്ളിയിൽ നിന്ന് പോകുമ്പോ ചോദിക്കണതല്ല, അള്ളാഹുവേ നിന്റെ ഫളില് കൊണ്ടാ എന്ന് പറഞ്ഞ് ഇടത് കാല് വെച്ച് പോകുന്നത് മാലിന്യങ്ങൾ നിറഞ്ഞ സ്ഥലത്താണേക്കാണെങ്കിൽ അവിടെയാണ് അള്ളാഹുവിനെ കൂടുതലായി ഓർക്കേണ്ടത്. പടച്ച റബ്ബിനെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഓർത്തെടുത്ത് നന്ദിയുള്ള ഒരു അടിമയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ആ റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ തേടണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏത് വേളകളിലും ഏത് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്തെടുക്കാൻ, അവനോട് നന്ദിയുള്ള ഒരു അടിമയായി തീരാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ മഹത്തായ ഫളില് കൊണ്ട് ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് ഓരോരുത്തർക്കും വിട്ടുപുറത്ത് മാറ്റിയേക്ക് തന്ന് രണ്ട് ലോകത്തു നിന്നും നമ്മിൽ അവൻ മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള സമാധാനമുള്ള ഒരു ആരോഗ്യവും ഒരു ശരീരവും ഒരു കുടുംബവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകി, അള്ളാഹു ആഫിയത്ത് നൽകി അവരെയും നമ്മെയും അവൻ തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ടു പിരിയുന്ന വേളയിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചവനെ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് തന്ന് നമ്മെ അവൻ തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹജാത് റബ്ബനാ ഗ്ഫിർ ലനാ വ ലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.